എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ചിക്കൻ കടയിലാണ് കേട്ടോ. നമ്മുടെ കാർവാറിലുള്ള ഒരു ചിക്കൻ കടയിൽ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. 11-11:30 ആയി. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കിന് ഞാനും ശാമികയും കൂടെ ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് ചിക്കൻ മേടിക്കാൻ വേണ്ടി ഞാനും ശാമികയും കൂടെ വന്നിരിക്കുന്നത്. അപ്പം ചിക്കൻ മേടിക്കാൻ വന്നപ്പോഴത്തേക്കിന് ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് എന്നാൽ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം കിട്ടിയവൻ്റെ ആഗ്രഹമല്ലേ, അതൊന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ ചിക്കനും വാങ്ങി. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. മല്ലിയിലൊക്കെ മേടിക്കാനൊക്കെ പോയി അങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗ് കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ചിക്കനൊക്കെ വാങ്ങിയിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടെ മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ സൺഡേകളിലും മാർക്കറ്റ് ഉണ്ടായിരിക്കും. സ്പെഷ്യലായിട്ടുള്ള മാർക്കറ്റാണ് കേട്ടോ സൺഡേ മാർക്കറ്റ്. അപ്പം ഞങ്ങൾ മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ വൈകുന്നേരമാണ് പോയത് കേട്ടോ. ഉച്ചയ്ക്കൊക്കെ പോയാൽ നല്ല വെയിലായതുകൊണ്ട് വൈകുന്നേരം പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ മല്ലിയിലയും പുതിനയിലയും 10 രൂപയ്ക്ക് മേടിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളേ, അധികം നമുക്ക് മല്ലിയിലയുടെയും പുതിനയിലയുടെയും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ മല്ലിയിലയും പുതിനയിലയൊക്കെ മേടിച്ച് വീട്ടിൽ വന്നിട്ട് ഉള്ള പരിപാടിയാണ് കേട്ടോ. വീട്ടിൽ വന്ന് രാവിലെ പാത്രമൊക്കെ കഴുകി വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ അതെല്ലാം കഴിച്ച് വെച്ച് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് പാത്രം എല്ലാം കഴുകി വെച്ച് പോയത്. അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് എടുത്ത് കറക്റ്റ് സ്ഥാനത്ത് വെച്ചിട്ട് വേണം ഇനി അടുത്ത പണി തുടങ്ങാൻ. അപ്പോൾ ഞാൻ ആ പാത്രം എല്ലാം വേഗം ഒന്ന് എടുത്ത് കറക്റ്റ് സ്ഥലത്ത് വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നത് മല്ലിയിലയും പുതിനയിലയും ഒക്കെ എടുത്ത് വെളിയിൽ വെച്ച് പിന്നെ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. 1 കിലോ ചിക്കനാണ് മേടിച്ചത്. അപ്പോൾ അങ്ങനെ എല്ലാം എടുത്ത് വെളിയിലൊക്കെ വെച്ചിട്ട് ചിക്കൻ കഴുകാൻ വേണ്ടി പോവാണ്. ഇവിടെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ബിരിയാണി ഉണ്ടാക്കും. നമ്മുടെ ശാമികയ്ക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിൽ കുക്കറിനകത്തൊക്കെ പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ച് എന്നാൽ കുക്കറിൽ ഉണ്ടാക്കാതെ ചെറുതായി ഒന്ന് ദമ്മൊക്കെ ചെയ്ത് ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല മാസ്റ്റർ ഷെഫുമാർ ചെയ്യുന്ന പോലെ അത്ര വലിയ നന്നായിട്ടൊന്നും അല്ല ഉണ്ടാക്കാൻ. എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ. വെറുതെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ദമ്മൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കഴുകി എടുക്കുവാണേ. ചിക്കനൊക്കെ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റൈസ് ഒരു 2.25 ഗ്ലാസ് എടുക്കുകയാണ് കേട്ടോ. ബാസ്മതി റൈസാണ്. അപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ശാമികയ്ക്ക് ബിരിയാണിയൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് അരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് കടയിൽ പോയപ്പോൾ ഓർത്ത് അരി ഇരിപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ടായിരുന്നു അരി കുറച്ച് ഇരിപ്പുണ്ട്, തികയുമോ ഇല്ലയോ എന്ന്. പക്ഷേ തികഞ്ഞായിരുന്നു കേട്ടോ. 2.5 ഗ്ലാസ് അരി എടുത്തതിലും ബാക്കി പിന്നെയും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെ അരിയൊക്കെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുക്കുവാണ് കേട്ടോ. അപ്പം കഴുകിയിട്ടൊരു 10 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിലിങ്ങനെ ഇട്ട് വെച്ചു കേട്ടോ. അരി ഒരു 10-15 മിനിറ്റൊക്കെ അരി ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കായിരുന്നു, നല്ല ഇതായിരുന്നേനെ. അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അരിയൊക്കെ ഒന്ന് കഴുകി ഒരു 5-10 മിനിറ്റ് വെള്ളത്തിലിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയും കഴുകി എടുക്കുവാണേ. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ തട്ടിക്കൂട്ടിയ ഒരു ദം ബിരിയാണിയാണ്. അപ്പം കുക്കറിനകത്തൊക്കെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നത് എനിക്കത് അത്രയ്ക്ക് എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്നാൽ കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഇതുപോലെ റൈസൊക്കെ സെപ്പറേറ്റ് വേവിച്ച് ദമ്മൊക്കെ ചെയ്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. പക്ഷേ കാണാനൊക്കെ ഒരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ പോയതിന് ശേഷം ചിക്കനകത്തേക്ക് ഞാൻ മസാല പുരട്ടി വെക്കുവാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് മസാല പുരട്ടി വെക്കുവാണ്. അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും മാത്രമാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്ത് ഒരു 3-5 ഒരു 10 മിനിറ്റ് നേരത്തേക്കിന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. അധിക സമയം മസാല പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ എല്ലാം പെട്ടെന്ന് ആക്കുന്നത്. പിന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ മസാലയൊക്കെ പുരട്ടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ചിക്കനൊക്കെ വറുത്തെടുക്കുവാണ് കേട്ടോ. ചിക്കനും വറുത്തെടുത്ത് പിന്നെ നമ്മുടെ ചോറ് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും അടുപ്പയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നേ. അപ്പം
നമ്മൾ രാവിലെ ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ തന്നെ 11 മണി കഴിഞ്ഞു. പിന്നെ അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്കിന് സമയം 12 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം പിന്നെ എല്ലാം വേഗം ആക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കനിൽ മസാല പുരട്ടി ഒരു 10 മിനിറ്റ് നേരം ഞാൻ വെച്ചല്ലോ കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നേരം വെച്ചെങ്കിലും നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ ചോറിടാൻ വേണ്ടിയിട്ട്, ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അരി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അരി കഴുകി വെള്ളം പോകാൻ മാറ്റി വെച്ചായിരുന്നേ. അപ്പോൾ അരി ഇട്ട് കൊടുത്ത് അപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഞാൻ പട്ട, ഗ്രാമ്പൂ, പിന്നെ ബേ ലീഫ്, കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ അരി ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചായിരുന്നു കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് അരി വേവിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് പിന്നെ ചിക്കനൊക്കെ വറന്ന് വന്നിട്ടുണ്ട്. അപ്പം എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം നല്ല ഷെഫുമാരും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. എല്ലാം പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെന്ത ചോറൊക്കെ ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആ പാത്രത്തിൽ തന്നെ ഞാൻ നമ്മുടെ സവോളയൊക്കെ വഴറ്റിയെടുക്കുവാണ് കേട്ടോ. സവോളയും വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിൻ്റെ കൂടെയാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതാക്കി ഒരു പേസ്റ്റല്ല, ഒരുമാതിരി ചതച്ചാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അങ്ങനെ ചതച്ചത് വിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കിനും ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ അരി ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ മസാല റെഡിയാക്കുന്ന കൂട്ടത്തിൽ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ ശാമികയ്ക്ക് അങ്ങനെ ഒത്തിരി എരിവ് ഉണ്ടെങ്കിൽ കഴിക്കത്തില്ലേ. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക്, 1 അല്ല 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ചിക്കൻ വറക്കാൻ മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഒന്നും പിന്നീട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സവോളയൊക്കെ വഴണ്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ച് തൈര് ആദ്യം ഒന്ന് ഒഴിച്ച് കൊടുത്തായിരുന്നേ. പിന്നെ ഒന്നും കൂടി ഒന്ന് ഒഴിച്ചപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും കുറച്ച് തൈരുമൊക്കെ ഒഴിച്ച് ഇളക്കി ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അടച്ച് വെച്ച് തൈരൊക്കെ ഒന്ന് ഇതായി വന്നപ്പോഴത്തേക്കിനും നമ്മളിതാ കഴുകി എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും, പിന്നെ ചിക്കനല്ല അരിയും ചിക്കനും വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും എല്ലാം കൂടി ഇട്ട് നമ്മുടെ അരിയൊക്കെ ഇട്ട്, പിന്നെ അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ സവോളയൊക്കെ വറുത്തായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാം പെട്ടെന്ന് തിരക്കാക്കി ഉണ്ടാക്കിയതായതുകൊണ്ട് എല്ലാം ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അരിയൊക്കെ ഇട്ട് മല്ലിയിലയും പുതിനയിലയും ഒക്കെ കുറേ തട്ടിയിട്ടുണ്ട് കേട്ടോ. അതുമൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിക്കകത്തേക്ക് പാലൊഴിച്ച് കലക്കി ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു അടിപൊളി ഇതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി പാലിനകത്ത് ഇങ്ങനെ കലക്കി ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്ത് ദമ്മൊക്കെ ചെയ്ത് നമ്മുടെ ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.